മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. പ്രൈസ് ദി ലോർഡ്. ലോകമെമ്പാടും ശാന്തിയും സമാധാനവും നേർന്നുകൊണ്ട് പുതിയൊരു ക്രിസ്മസ് സീസൺ ഇതാ വന്നെത്തി. ക്രിസ്മസ് എന്നും നമുക്ക് കുറെ സ്വീറ്റ് മെമ്മറീസ് തരുന്ന ഒന്നാണല്ലേ. ലൈറ്റ്സ്, കാരൽ, കേക്ക്, ക്രിസ്മസ് ഡെക്കറേഷൻ, പിന്നെ പുൽക്കൂട്ടിൽ പുഞ്ചിരി തൂകുന്ന ഉണ്ണിയേശുവും. ഇന്ന് നഴ്സസ് ടൈമിൽ ക്രിസ്മസ് പ്രിപ്പറേഷൻ എപ്പിസോഡിൽ നഴ്സിംഗ് സ്റ്റുഡൻസിന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായി വന്നിരിക്കുന്നത് UAE നഴ്സസ് മിനിസ്ട്രി സ്പിരിച്വൽ ഡയറക്ടറായ ഫാദർ ജോയ് മിനാച്ചേരിയാണ്. അച്ഛനിലൂടെ വിശുദ്ധിയോടെ ഉണ്ണീശോയെ വരവേൽക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരുങ്ങാം. It is time. We're leaving. Okay. Bye bye. Thank you. ഇതെവിടെ വെക്കാ? നമ്മുടെ വിശ്വാസ മാതാവല്ലേ, നമുക്ക് ഈശോയുടെ സൈഡിൽ വെക്കാം. ഇവിടെ മതിയോ? ഇത് രാജാവ്, ഇത് അവിടെ വെച്ചാൽ മതി. ഇതും രാജാവ്. ഇതും രാജാവ്. ഇത് എത്ര രാജാവാ? രാജാവയ്ക്ക് വേണ്ടേ, നമ്മുടെ ഈശോ കാണാൻ വന്ന ആൾക്കാരല്ലേ. അവിടെ അതൊന്ന് കുറച്ച് അങ്ങോട്ടേക്ക് തിരിച്ചു വെക്കാം. എത്തിയോ? ഇത് ഇന്നത്തേക്കൊക്കെ ആവോ? കൊറേ ആയല്ലോ. നല്ല ആള് തന്നെ. ഇവ പിള്ളേരുണ്ടായാണ് നമുക്ക് ഇത്ര ചെയ്യാൻ പറ്റി. ഞാൻ റെഡി ആവാൻ കുറച്ച് ടൈം എടുത്ത്, അതുകൊണ്ടാ സോറി. നീ ബാക്കി നീ ചെയ്യും. നീ കുറച്ചു നേരം ഇരുന്നോ, ഞാൻ ഇരിക്കാണേ. ഇങ്ങോട്ട് വയ്ക്കും. നിങ്ങള് എപ്പോ തുടങ്ങിയതാ ഇത്? വൈകിട്ടോട്ട് തുടങ്ങിയതാ. ഇമാനും വെല്ല ഉണ്ടായിരുന്നതുകൊണ്ട് ഇത് ഇത്രയെങ്കിലും എത്തിക്കാൻ പറ്റും. എന്തായാലും കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇത്രയൊക്കെ ഡെക്കറേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ടാണോ? അങ്ങനെയൊന്നുമില്ലല്ലോ, നമ്മുടെ ഈശോയുടെ ബർത്ത്ഡേ അല്ലേ. അപ്പൊ നമ്മുടെ ബർത്ത്ഡേ കാലം കുറച്ചുകൂടി ഗ്രാൻഡ് ആയിട്ട് വേണ്ടേ. അപ്പൊ ഇത്ര ഡെക്കറേഷൻ നോക്കിയും മിനിമം അല്ലേ. എന്നാലും എന്തിനാണ് ഇത്രയൊക്കെ സെലിബ്രേറ്റ് ചെയ്യേണ്ടത്? ഒരു ബർത്ത്ഡേ അല്ലേ. വളരെ മനോഹരമായിട്ടുണ്ടല്ലോ. നന്നായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അച്ഛൻ വന്നത് നന്നായി. ഇത് കൊറേ ചോദ്യം ചോദിക്കാണ്ട്, എനിക്ക് മനസ്സിലാവണില്ല. നീ തന്നെ അച്ഛനോട് ചോദിച്ചോ. എന്താണ് കാര്യം? അല്ല അച്ഛോ, നമ്മൾ ഈ ജവഹർലാൽ നെഹ്റുവിന്റെയും ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ഒക്കെ ബർത്ത്ഡേ ഒറ്റ ദിവസമല്ലേ ആഘോഷിക്കാറുള്ളൂ. അച്ഛന്റെയും എന്റെയും ഒക്കെ ഒറ്റ ദിവസം ആഘോഷിക്കത്തുള്ളൂ. ഉണ്ണിയേശുവിന്റെ ബർത്ത്ഡേ ഒറ്റ ദിവസം ആണെങ്കിൽ പോലും അതിന്റെ പ്രിപ്പറേഷൻ നമ്മൾ ആഴ്ചകൾ മുമ്പേ തുടങ്ങും. അതെന്തിനാ? നീണ്ട ഒരുക്കല്ലേ? അതെ. അത് ശരിയല്ലേ, നീണ്ട ഒരുക്കം. ഈ കുഴിപ്പുറകി ഉണ്ടാക്കിയ കുട്ടി മടുത്തു അല്ലെ. നമുക്ക് അതിന് ഉത്തരണ്ട്. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് സ്വസ്ഥമായിട്ട് അല്ലേ നമുക്ക് ശരി അച്ഛൻ. അപ്പൊ കുട്ടി നേരത്തെ ചോദിച്ചത് എന്തിനാണ് ഈ ക്രിസ്മസിന് ഇത്ര നീണ്ട ഒരു ഒരുക്കം എന്നാണ് അല്ലേ. കാരണം നമ്മളൊക്കെ ജന്മദിനാഘോഷമുണ്ട്, മഹത് വ്യക്തികളുടെ ജന്മദിനാഘോഷമുണ്ട്, അതിനൊന്നും ഇത്ര നീണ്ട ഒരുക്കമില്ലല്ലോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മറ്റ് ആളുകളുടെ ജന്മദിനം പോലെ ഇപ്പൊ കുട്ടിയുടെയോ അല്ലെങ്കിൽ അച്ഛൻ്റെയോ ജന്മദിനം പോലെ ഒരു ജന്മദിനമാണോ ഈശോയുടെ ജന്മദിനം എന്നുള്ളതാണ്. അപ്പോൾ ഈശോ ആരാണെന്നാണ്. ഇപ്പോൾ സമൂഹത്തിലെ മഹത് വ്യക്തികളുണ്ട്, രാഷ്ട്രതലവന്മാരുണ്ട്, പിന്നെ നമ്മളെ പോലെ ഒരു സാധാരണക്കാരുണ്ട്. ഇവരുടെയൊക്കെ ജന്മദിനം ആഘോഷിക്കുന്ന പോലെയുള്ള ഒരു ആഘോഷം അല്ല ക്രിസ്മസ് എന്നുള്ളതിൻ്റെ കാരണം വളരെ വ്യക്തമാണല്ലോ. മറ്റുള്ള മഹത് വ്യക്തികളെ പോലെ ഒരു വ്യക്തിയാണോ ഈശോ, ക്രിസ്തു? അപ്പൊ ആരാണ് ക്രിസ്തു എന്നുള്ളതുണ്ട്, ആരാണ് ഈശോ. നമ്മളിപ്പോ കുട്ടിയുടെ ഫ്രണ്ടിന്റെ ജന്മദിനം ആഘോഷിക്കുന്നു, അപ്പോൾ ഫ്രണ്ടിനോടുള്ള സ്നേഹം അല്ലെ. ഡാഡിയുടെ മമ്മിയുടെയോ ജന്മദിനം ആഘോഷിക്കുന്നു, അപ്പൊ അവരോടുള്ള നമ്മുടെ അടുപ്പം, അങ്ങനെയുള്ള ഒരു അടുപ്പമാണോ
അങ്ങനെ അടുപ്പം മാത്രം മതിയോ നമുക്ക് ഈശോയോട്? അപ്പം ഈശോ ആരാണ്? നേരത്തെ ചോദിച്ചത് തന്നെയാണ്, ഈശോ ആരാണ്? ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ അത് ദൈവ മനുഷ്യ സമ്പർക്ക നാമമാണ്. ദൈവ മനുഷ്യ സമ്പർക്കം. ലോകം ദൈവത്തെ കണ്ടത് ക്രിസ്തുവിലാണ്. ക്രിസ്തുവിലൂടെ ദൈവം നമ്മളെയും കണ്ടു. അതാണ് ദൈവ മനുഷ്യ സമ്പർക്കം. സമ്പർക്കം എന്നാണ് മനസ്സിലായി. അപ്പൊ ദൈവ മനുഷ്യ സമ്പർക്ക നാമം, അങ്ങനെ ഒരു പേരുണ്ടെങ്കിൽ, ലോകത്തിൽ അങ്ങനെ ഒരു പേരുണ്ടെങ്കിൽ ആ പേര് ക്രിസ്തു. ആ ഈശോയുടെ ജന്മദിനമാണ് നമ്മൾ ക്രിസ്തുമസ് ആയിട്ട് ആഘോഷിക്കുന്നത്. ഇനി അപ്പോൾ ആ വ്യക്തിയോടുള്ള നമ്മുടെ ആദരവ്, ബഹുമാനം മാത്രമല്ല, ആരാധന, നമ്മുടെ സ്നേഹം. ഇനി എന്തുമാത്രം ഒരുക്കമുണ്ടോ അത്രമാത്രം നമുക്ക് ഒരു ഫല സംതൃപ്തി കിട്ടും. ഒരു ഫലമുണ്ട്, സംതൃപ്തിയുണ്ട്. ഇപ്പോൾ മോളുടെ ഡാഡിയോ മോൾക്ക് നല്ല ഇഷ്ടമല്ലേ? അമ്മീനെ നല്ല ഇഷ്ടമല്ലേ? നല്ല ആത്മാർത്ഥ സുഹൃത്തിന് നല്ല ഇഷ്ടമല്ലേ? അപ്പോൾ അവരുടെയൊക്കെ ജന്മദിനത്തിന് നമ്മൾ അവരെ അറിയിക്കാതെ തന്നെ സർപ്രൈസായിട്ട് നമ്മൾ ഒരുങ്ങണ്ട്. നമ്മൾ ആരോടും പറയണില്ല എന്നുള്ളൂ, അത് സർപ്രൈസായിട്ട് നമ്മൾ ഒരുങ്ങും അല്ലേ? അപ്പോൾ ഇത് സർപ്രൈസായിട്ട് ദൈവം ഓൾറെഡി നമുക്ക് തന്നു കഴിഞ്ഞു ക്രിസ്തുവിനെ. ഇനി നമ്മൾ ഒരുങ്ങാണ്. എന്തുമാത്രം ഒരുക്കമുണ്ടോ അത്രമാത്രം നമുക്ക് ഈശോയുള്ള സ്നേഹം, സംതൃപ്തി, ഫലദായകം. അപ്പോൾ ശരിക്കും പറഞ്ഞാണ്ടല്ല, ഇത്ര ദിവസം പോരാ, കൂടുതൽ ഒരുങ്ങണം നമ്മൾ. അത്രമാത്രം ഈശോയുടെ സ്നേഹവും ഈശോയുടെ ആരാധനയും ഈശോയോടുള്ള നമ്മുടെ ആഭിമുഖ്യവും ഉത്തരമായി ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായി? പക്ഷെ അച്ഛ, ക്രിസ്മസിന് വേണ്ടി നമുക്ക് എങ്ങനെയാ ഈ സ്പിരിച്വലി പ്രിപ്പയർ ചെയ്യാൻ പറ്റുക? ഇപ്പോൾ കുട്ടികളെ ഇവിടെ ക്രിസ്മസ് ക്രിബ് ഉണ്ടാക്കിയിരിക്കുന്നു, ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിരിക്കുന്നു. നമ്മൾ പുറത്ത് ലോകത്തിലേക്ക് നോക്കിയാൽ അപ്പോൾ ക്രിസ്മസിന് വളരെ മുന്നൊരുക്കം തന്നെയുണ്ട്. ക്രിസ്മസ് ബസാർ, ക്രിസ്മസ് പ്രൊമോഷൻ, ക്രിസ്മസ് ബിസിനസ്, അതൊക്കെ പുറമേയുള്ള, കുട്ടി പറഞ്ഞ പോലെ പുറമേയുള്ള അലങ്കാരങ്ങളാണ്. നല്ലൊരു ചോദ്യം കുട്ടി ചോദിച്ചു, എങ്ങനെ ആത്മീയമായിട്ട് നമുക്ക് ഒരുങ്ങാൻ പറ്റും എന്നുള്ളതാണ്. ഏറ്റവും നല്ല ആത്മീയ ഒരുക്കം അതിന് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെയുണ്ട്. നമുക്കറിയാം എത്ര സുവിശേഷകന്മാരുണ്ടെന്ന് ഞാൻ ചോദിച്ച ഉത്തരം പറയൂ? 4. നമുക്കറിയാം 4. അപ്പോൾ 4 സുവിശേഷകന്മാരാണല്ലോ ഉള്ളത്. അപ്പോൾ മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, 4 സുവിശേഷകന്മാരാണ്. അതിൽ ഈശോയുടെ ജനന വാർത്ത, മംഗളവാർത്ത, ഇൻഫൻസി നരേറ്റീവ് എന്ന് പറയാതെ, അത് പറഞ്ഞിട്ടുള്ളത് 2 സുവിശേഷകന്മാരാണ്. അതാരൊക്കെയാണെന്നറിയോ? ഞാൻ തന്നെ ഉത്തരം പറയാം അല്ലേ? ചോദ്യം ചോദിച്ച് മക്കളെ വിഷമിക്കുന്നു. അതായത് മത്തായിയുടെ സുവിശേഷം, ലൂക്കായുടെ സുവിശേഷമാണ്. അതിൽ ലൂക്കായുടെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിലാണ് ഈശോയുടെ ജനനത്തെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നല്ലൊരു ഒരുക്കം എങ്ങനെ വേണം നമുക്ക് ആത്മീയമായിട്ട് ഒരുങ്ങാൻ എന്ന് നമ്മളോട് പറയുന്നുണ്ട്. അത് ആട്ടിടയന്മാർക്കാണ് മാലാഖമാർ പ്രത്യക്ഷപ്പെട്ട് പറയണത്, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന് സദ്വാർത്ത നിങ്ങൾക്കായി അറിയിക്കുന്നു. അങ്ങനെയാണ് ഈശോയുടെ ജനനവാർത്ത അറിയിക്കുന്നത്. ഈ ജനനവാർത്ത കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരെന്താ ചെയ്തത്? അത് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നു. സ്വർഗത്തിലേക്ക് ദൂതന്മാർ പോയപ്പോൾ ആട്ടിടയന്മാർ, ശ്രദ്ധിക്കണോട്ടാ, ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു. ഇപ്പൊ മോക്ക് നല്ലൊരു വാർത്ത കിട്ടുകയാണ്, നമ്മൾ ഉടനെ തന്നെ ആരോടത് പറയാൻ? നമ്മളെ ഏറ്റവും സ്നേഹമുള്ളവരോട്. അപ്പം ഇവിടെ പരസ്പരം പറഞ്ഞു എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? അവര് തമ്മിൽ അത്രയും സ്നേഹത്തിലായിരുന്നു. അവരുടെ ഇടയിൽ ഭിന്നത ഉണ്ടായിരുന്നില്ല. ഏറ്റവും നല്ല ഒരുക്കം എന്താണെന്നറിയോ മക്കളെ? അത് രമ്യതയിലാവുക എന്നുള്ളതാണ്. അനുരഞ്ജനപ്പെടണം. ക്രിസ്മസിന്റെ ഏറ്റവും നല്ല ഒരുക്കം അതാ. എല്ലാവരുമായിട്ട് നമ്മൾ രമ്യതയിലാകണം. ആരോടെങ്കിലും വിഷമതകളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ മക്കളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. ഇനി എന്തെങ്കിലും ശ്രദ്ധിക്കണം. നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ ലത്തീൻ ആരാധനക്രമത്തിൽ ഉള്ള ശുശ്രൂഷകളിൽ വൈദികരിടുന്ന ഈ ലിറ്റർജി ഉടുപ്പ്, കുപ്പായം, അതിൻ്റെ കളറ് ഓർമ്മിച്ചെടുക്കാൻ പറ്റുമോ? എന്ത് കളറാണെന്നറിയോ? വയലറ്റ് കളറാണ്. എന്താണ് ഒരു വയലറ്റ് കളറ്? അത് അനുതാപത്തിൻ്റെ കളറാണ്, പശ്ചാത്താപത്തിൻ്റെ കളറാണ്. ലെൻറ്റിലും അങ്ങനെയാണ്, ആഡ്വെൻറ്റിലും അങ്ങനെയാണ്. വലിയ നോമ്പിലും ഈ 50-ാം നോമ്പിലും 25 നോമ്പിലും അങ്ങനെ തന്നെയാണ്. ഇത് ലോകത്തോട് പറയുന്ന ഒരു സന്ദേശം ഇതാണ്. അതായത് നമ്മൾ രമ്യതയിലാകണം, അനുരഞ്ജനപ്പെടണം. ആരോടെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ നമ്മൾ പശ്ചാത്തപിക്കണം, അനുദപിക്കണം. ഏറ്റവും നല്ല സ്പിരിച്വൽ പ്രിപ്പറേഷൻ അത് അനുരഞ്ജിതരാകുക എന്നുള്ളതാണ്, രമ്യതയിലാകുക. അപ്പോൾ അത് ഒന്നാമത്തത്. നമ്മൾ ആട്ടിടയന്മാർ നമ്മൾ പറയണ കേട്ടാ, അവർ പരസ്പരം പറഞ്ഞു. നമുക്ക് പരസ്പരം പറയാൻ പറ്റണം. ഒരാളെ നമ്മൾ മാറ്റി നിർത്തരുത്.
ഒന്നാമത്തെ കാര്യം. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴോ അവർ പിന്നെ വേഗത്തിൽ അവർ പറഞ്ഞതാണ്, കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. അവർ അതിവേഗം പോയി. പതുക്കെ പതുക്കെയല്ല, അതിവേഗം. അതിവേഗം എന്ന് പറഞ്ഞാൽ ഇതിനെതിരെയുള്ള ഒരു മൂല പാപമുണ്ട്. എന്നിട്ടെന്നറിയോ? അലസതയാ, മടി. അത് പറയണ ഇപ്പൊ പോണ്ട, മാലാക അങ്ങനെയൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ പോണോ, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോവാ എന്നവർ പറഞ്ഞില്ല. അവര് പറഞ്ഞെന്താ? അതിവേഗം. അവര് പെട്ടെന്ന് പോയി. കാരണം വലിയൊരു വാർത്ത, അത് എത്രയും പെട്ടെന്ന് പോയി കാണണം. ഈ ഒരുക്കെന്ന് പറയുമ്പോൾ രമ്യതയിലാകണം ഒന്ന്. പിന്നെയോ നമുക്ക് നമ്മുടെ ശുശ്രൂഷകൾ ചെയ്യണം. പള്ളി പോകുന്ന കാര്യമോ പ്രാർത്ഥനയുടെ കാര്യമോ, ഇപ്പം മക്കള് പിന്നെ സ്റ്റുഡൻസ് ആണല്ലോ, പഠിക്കുകയാണല്ലോ, പഠിക്കുന്ന കാര്യമോ, ഇനി ഇതിന് ശേഷമുള്ള നിങ്ങളുടെ ശുശ്രൂഷകളുടെ കാര്യം എന്ന് പറഞ്ഞാൽ നേഴ്സിംഗ് ഒരു ശുശ്രൂഷയാണല്ലോ, ശുശ്രൂഷയുടെ കാര്യം എന്തും നമുക്ക് ഒരു തിടുക്കം. ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്, പ്രോക്രാസ്റ്റിനേഷൻ. കേട്ടണ്ട? പ്രോക്രാസ്റ്റിനേഷൻ എന്താ അതിൻ്റെ അർത്ഥം? നീട്ടിവെക്കുക. ഇപ്പൊ വേണ്ട. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രേരണ തരും. എന്ത്? പോയി പ്രാർത്ഥിക്കിട്ടാ, പോയി പഠിക്കി, അല്ലെങ്കിൽ അത് അവരെ സഹായിക്കി, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയോ എന്നൊക്കെ പല പ്രേരണകളും പരിശുദ്ധാത്മാവ് നമുക്ക് തരും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ മറ്റവൻ എന്താ പറയുന്നറിയോ? ഇപ്പൊ വേണ്ട, എന്താ അവരൊക്കെ പോണ്ട, അവള് പോണ്ട, പള്ളിയിൽ ഇല്ലില്ല, നീ എന്തിനാ പോണേ? അവര് പ്രാർത്ഥിക്കണ്ട, പഠിച്ചുകൊണ്ടിരിക്കുന്നു, കോളേജിൽ പലരും ഉണ്ട്, എന്തിനാ കൊന്ത ഒക്കെ കയ്യിൽ പിടിക്കണം, അല്ലെങ്കിൽ എന്തിനാ കഴുത്തിലിടണേ? നമ്മള് ഈശോയുടെ ആളാന്ന് അവരെന്തിനാ, ആരും അറിയിക്കണ്ട. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു നമ്മുടെ ഉള്ളിൽ പലതും വരും. അപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന പ്രേരണയോട് നമ്മൾ പെട്ടെന്ന് പ്രത്യുത്തരിക്കുന്നവരാകണം. നമ്മൾ വി ഹാവ് ടു സേ യെസ്, ബിഗ് ആൻഡ് എംഫാറ്റിക് യെസ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം അനുരഞ്ജനം, രണ്ടാമത്തെ കാര്യം അതിവേഗം. അപ്പോൾ നമ്മളെ അതിന് പിൻവലിക്കുന്നതാണ് അലസതയും മടിയും എല്ലാം. അതിനുശേഷം എന്നിട്ട് ഇവർ നേരെ പോയി, പെട്ടെന്ന് പോയി ഈശോയെ കണ്ടു, പരിശുദ്ധ അമ്മയെ കണ്ടു, ഔസപിതാവിനെ കണ്ടു. അതിനുശേഷം അനന്തരം ശിശുവിനെ കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിച്ചു. നോക്കാം, മാലാഖമാര് വന്ന് ഇവരോട് പറഞ്ഞ സദ്വാർത്ത അവര് പോയി അതിവേഗം പോയി കണ്ടു. അവരെന്നിട്ട് അതിങ്ങനെ മൂടി വെച്ചില്ല. അവര് കാണുന്നവരോടൊക്കെ പറഞ്ഞു. എന്താണ്? മാലാഖമാര് വന്നു, ഞങ്ങളോട് ഈ കാര്യങ്ങൾ പറഞ്ഞു, ഞങ്ങൾ പോയി കണ്ടു, ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ തൊട്ടതും ഞങ്ങൾ അനുഭവിച്ചതുമായ ജീവന്റെ വചനം ഞങ്ങൾ പ്രഘോഷിക്കുന്നു. അപ്പോൾ അതൊരു ഇവാഞ്ചലൈസേഷനാണ്, അതൊരു ഒരുക്കമാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ദൈവസ്നേഹം, പലരും ഉണ്ടാവുമല്ലോ നമ്മുടെ കൂടെ. അപ്പോൾ അവരോടൊക്കെ നല്ല കാര്യങ്ങൾ പറയാൻ, ഈശോയെ കുറിച്ച് പറയാൻ, ക്രിസ്മസിനെ കുറിച്ച് പറയാൻ, ക്രിസ്മസിന് ഒരുക്കങ്ങളെ കുറിച്ച് പറയാൻ, ഇതൊക്കെ നമ്മുടെ ആത്മീയ ഒരുക്കത്തെ കൂടുതൽ പ്രചോദിപ്പിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ 3 കാര്യങ്ങളാ ആത്മീയ ഒരുക്കമായിട്ട് പറഞ്ഞത്. 1 അനുരഞ്ജനം, 2 അതിവേഗം, 3 സദ്വാർത്ത, വിളംബരം അറിയിക്കുക. സദ്വാർത്ത അറിയിക്കുക, വിളംബരം. ഓക്കെ, ഇത്രയും സെലിബ്രേഷന്റെ ഇടയ്ക്കും ഞങ്ങൾക്ക് ടെൻഷനാണ്. കാരണം ഞാനും അലീനയും ഒരു കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഗ്രാജുവേറ്റ് ആവും. ടെസ്റ്റാണെങ്കിൽ 1 വർഷം കൂടെ ഉണ്ട്. അപ്പോൾ ഒരു നേഴ്സായി കഴിഞ്ഞാൽ ഈശോന്റെ എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് ഞങ്ങൾക്ക് വേണ്ടത്? അതെ, ഈശോ തിരുവചനത്തില് നമ്മൾ പഠിക്കുന്ന ഈശോ രോഗികളോട് എന്തുമാത്രം ആഭിമുഖ്യമുള്ള ആളാണെന്നറിയാം. ഈശോയുടെ അത്ഭുതങ്ങൾ ഒട്ടനവധിയുണ്ട്. അതിൽ ഈ രോഗികൾക്ക് സൗഖ്യം നൽകുന്ന ഈശോയുടെ രീതി, അതാണ് എനിക്ക് തോന്നുന്നത്. മക്കൾ ഇപ്പോൾ ഒരു നേഴ്സായിട്ട് ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ശുശ്രൂഷയിൽ പ്രവേശിക്കുമ്പോൾ മക്കൾക്ക് വേണ്ട, കുട്ടികൾക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചോദ്യത്തിൻ്റെ രൂപത്തിൽ ഇവിടെ എന്നോട് ചോദിച്ചത്. അപ്പോൾ ഈശോയ്ക്ക് ഉണ്ടായിരുന്ന ഏറ്റവും മഹത്തായ ഒരു ക്വാളിറ്റി, അതായത് രോഗികളുമായി ബന്ധപ്പെടുമ്പോൾ, അത് അനുകമ്പയാണ്, കരുണാമയൻ അല്ലേ? ഈശോയെ കരുണാമയൻ എന്ന് പറയും, അനുകമ്പയും കരുണയും. രോഗികളെ കാണുമ്പോൾ ഈശോയ്ക്ക് വല്ലാത്തൊരു ആഭിമുഖ്യമാണ്. അവർ രോഗികളാണ് എന്നുള്ളതല്ല, അവർ ദൈവത്തിൻ്റെ മക്കളാണ് എന്നുള്ള ഒരു ആഭിമുഖ്യമാണ്. നമുക്ക് വേണ്ടത് അത്തരത്തിലുള്ള ഒരു ആഭിമുഖ്യമാണ്. ഇനി എന്താണ് കരുണ, എന്താണ് ഈ അനുകമ്പ എന്ന് ചോദിച്ചാൽ എന്താണ് അതിനൊരു ഉത്തരം? അതായത് ഈശോയുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന കരുണ ഇതാണ്: അപരൻ്റെ വേദന സ്വന്തമായി സ്വീകരിക്കുന്നു. അപരൻ്റെ വേദന, അത് അവൻ്റെ അല്ലേ, അവന് രോഗമുണ്ട്, അതായിക്കോട്ടെ, അവൻ്റെ വിധി, അവൻ്റെ ഗതി, അതല്ല.
അവരൻ്റെ വേദന സ്വന്തമാക്കുകയും ആ വേദനയെ ഇല്ലാതാക്കാൻ വേദനകൾ ഏറ്റെടുക്കുകയും ചെയ്യുന്ന മനസ്സ്, അതാണ് ഈശോയെ സംബന്ധിച്ചിടത്തോളം കരുണ. അതാണ് കരുണാമയൻ, ക്രൂശിതൻ കരുണാമയൻ. അപ്പോൾ മക്കൾക്കും വേണ്ടത് അനുകമ്പാർദ്രമായ സമീപനമാണ്. ഒന്നത്. രണ്ടാമത്തെ ഒരു കാര്യം സാമീപ്യമാണ്. നമ്മൾ മനുഷ്യരോട് കൂടെ ആയിരിക്കുന്നു, രോഗികളോട് കൂടെ എന്നുള്ളതിനേക്കാൾ മനുഷ്യരോട് കൂടെ. രോഗഗ്രസ്തരായ മനുഷ്യരാണ്, അവർ വേദനയിലാണ്, അവരോട് കൂടെ നമ്മൾ സാമീപ്യം, സഹവാസം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈശോ സൗഖ്യം കൊടുത്തപ്പോൾ കുഷ്ഠരോഗിയെ തൊട്ടു സുഖപ്പെടുത്തുന്നു, കുരുടനെ തൊട്ടു സുഖപ്പെടുത്തുന്നു. അപ്പോൾ സ്പർശനം, സാമീപ്യം, സഹവാസം വളരെ പ്രധാനപ്പെട്ടത്. ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ മെഡിക്കൽ ഫീൽഡിലൊക്കെ ഒരു ബിസിനസ് മേഖലയിലേക്കൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം അല്ലേ. അപ്പോൾ രോഗികളൊക്കെ വെറും ഫയൽ നമ്പറാണ്, കോഡ്, ഒരു ഫയല്, ആ ഫയല് മറക്കുകയാണ്. രോഗികൾ ഫയലുകളാകുന്നു, രോഗികൾ നമ്പറുകളാകുന്നു. അവിടെയാണ് ഒരു ഈശോയുടെ ക്വാളിറ്റി സ്വീകരിക്കുന്ന, സ്വാംശീകരിക്കുന്ന നേഴ്സുമാരുടെ പ്രസക്തി. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പാവപ്പെട്ട രോഗികൾ വെറും നമ്പറല്ല, വെറും ഫയലല്ല, അവർ ദൈവത്തിൻ്റെ മക്കൾ തന്നെയാണ്. അപ്പോൾ അനുകമ്പാർദ്രമായ, കരുണാർദ്രമായ സാമീപ്യവും സഹവാസവും, നിങ്ങളുടെ ഒരു പുഞ്ചിരി മതി, നിങ്ങളുടെ ഒരു സ്നേഹം നിറഞ്ഞ ഒരു സ്പർശനം മതി ആ രോഗികൾക്ക് നൽകുന്ന ആത്മവിശ്വാസവും സൗഖ്യവും അവർണ്ണനീയവും വിവരിക്കാനാവാത്തതുമായിരിക്കും. അല്ലെങ്കിൽ മക്കൾ ഇനി ഈ ശുശ്രൂഷയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അച്ഛനീ പറഞ്ഞതൊക്കെ മനസ്സിൽ കുറിച്ചിട്ട് ഒന്ന് പരിശ്രമിച്ചു നോക്ക്. അപ്പം മക്കൾ തന്നെ അതിശയിച്ചു പോകും, ദൈവമേ എത്ര വലിയ ഒരു ശുശ്രൂഷയിലേക്കാണ് ഈശോ നമ്മളെ വിളിച്ചിട്ടുള്ളതെന്ന്. അച്ഛാ, എൻ്റെ അമ്മ ഒരു നേഴ്സാണ്. അപ്പോൾ അമ്മ പലപ്പോഴും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നഴ്സിംഗ് ഒരു പ്രൊഫഷനേക്കാൾ ഉപരി ഒരു ദൈവ വിളിയാണെന്നുള്ള രീതിയിൽ. അപ്പോൾ ഈശോയെ സ്നേഹിക്കുന്ന ഒരു നേഴ്സാവാൻ ഞങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? കുട്ടിയുടെ ഈ ചോദ്യത്തിന് ഒരൊറ്റ സെന്റൻസിൽ ഉത്തരം പറയുകയാണെങ്കിൽ അത് ജീസസ് നേഴ്സ് എന്നായിരിക്കും. കുട്ടിയുടെ അമ്മ പറഞ്ഞതൊരു പ്രൊഫഷനേക്കാൾ ഉപരിയായി ഇതൊരു ദൈവവിളിയാണെന്ന്. അതിനർത്ഥം ഇതാണ്, ഈശോയുടെ സൗഖ്യ ശുശ്രൂഷ ഈ കാലഘട്ടത്തിൽ തുടരാനുള്ള ഒരു ദൗത്യമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. അപ്പം അങ്ങനെ പറയുമ്പോൾ ഒരു നേഴ്സ് എന്ന നിലയിൽ കുട്ടി ആരുടേതാണ്? അതാണ് ചോദ്യം. എല്ലാ നേഴ്സുമാരും കുട്ടി ആരുടേതാണ്? ഹും ഡു യു ബിലോങ്? ഹൂസ് ആർ യു? ഇതാ ചോദ്യം. അപ്പോൾ അതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, വിശ്വാസ സംബന്ധമായ ഉത്തരം ഒന്നുള്ളൂ, നമ്മൾ ഈശോയുടേതാണ്. അപ്പോൾ ഈശോയുടെ നേഴ്സാണ്, അതാണ് ജീസസ് നേഴ്സ്. അപ്പോൾ ഈശോയുടെ നേഴ്സാകുക എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? എപ്പോഴും നമ്മൾ ദൈവമേ ഈശോയുടെ ശുശ്രൂഷയാണ് ഞാൻ ചെയ്യുന്നത്, ആ ഒരു ബോധ്യം ഉണ്ടാവും. ഞാൻ ഈശോയുടെ സൗഖ്യ ശുശ്രൂഷ തുടരേണ്ടവരാണ്. ഓക്കെ, മോർ ദാൻ നമ്മൾക്ക് കിട്ടുന്ന ശമ്പളം, നമുക്ക് കിട്ടുന്ന ഈ ശമ്പളത്തേക്കാൾ, നമ്മുടെ സൗകര്യങ്ങളെക്കാൾ, നമ്മുടെ ബന്ധങ്ങളെക്കാൾ, നമ്മുടെ ഈ ഒരു ക്ലിനിക്കോ ആശുപത്രിയോ അതിനേക്കാൾ എല്ലാറ്റിനും ഉപരിയായി, ഇനിയിപ്പോൾ ഒരു കുടുംബജീവിതത്തെ എടുക്കുകയാണെങ്കിൽ കുട്ടിയുടെ ഇപ്പം മാതാപിതാക്കളെക്കാൾ, ഇനി വിവാഹം കഴിഞ്ഞാണെങ്കിൽ ജീവിത പങ്കാളിയേക്കാൾ, മക്കളെക്കാൾ ഒക്കെ ഉപരിയായി ഞാൻ ഈശോയുടെ ശുശ്രൂഷ, സൗഖ്യ ശുശ്രൂഷ തുടരാൻ വിളിക്കപ്പെട്ട, ഈ കാലഘട്ടത്തിൽ വിളിക്കപ്പെട്ട നേഴ്സായതുകൊണ്ട് ഐ ആം ജീസസ് നേഴ്സ്. ഓക്കെ, ആ ഒരു ഐഡന്റിറ്റി അത്ര ചെറിയ കാര്യമാണോ? എന്ത് ഒരു സ്വീറ്റ് ഐഡന്റിറ്റിയാണ് അല്ലേ, ഏറ്റവും ശ്രേഷ്ഠമായ മാധുര്യമുള്ള ഒരു ഐഡന്റിറ്റിയാണ്. നമ്മൾ ഈ ഐഡന്റിറ്റി കാർഡൊക്കെ എടുത്ത് കാണിക്കണ പോലെയാണ് നമ്മോട് തന്നെ കാണിക്കുന്ന ഐഡന്റിറ്റി കാർഡാണത്. ഐ ആം ജീസസ് നേഴ്സ്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ ഒരു ക്രിസ്മസ് ഒരു ഹാപ്പി വൈബ് പോലെയല്ലേ. പക്ഷെ ക്രിസ്മസ് തീർന്ന ഉടനെ എല്ലാവർക്കും ബാക്ക് ടു വർക്ക് അല്ലെ സ്റ്റഡീസ് പോകാന്നിട്ട് ആ ഹാപ്പിനെസ് അങ്ങ് ലോസ്റ്റ് ആയിപ്പോ വീണ്ടും ഒരു നോർമൽസിലേക്ക് വരും. അപ്പൊ അതെങ്ങനെ നമുക്ക് ലൈഫിൽ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് തുടരാൻ പറ്റും? ക്രിസ്മസ് ജോയ് എങ്ങനെ നമുക്ക് തുടരാൻ പറ്റും അല്ലെ? ഈ ചോദ്യം ചോദിച്ചത് അച്ഛൻ്റെ പേര് ജോയ് എന്നായതുകൊണ്ട്, അതായത് സന്തോഷം, ആനന്ദം, ജോയ് എന്ന് പറഞ്ഞാൽ ആനന്ദമാണ്. ആനന്ദം നമുക്ക് പ്രത്യേകിച്ച് ക്രിസ്മസിൽ ആനന്ദം നമുക്ക് രണ്ട് രീതിയിലുണ്ട് അല്ലേ. ഒന്ന്, ഇപ്പം ക്രിസ്മസിന് സാന്താക്ലോസ് ഉണ്ടല്ലേ, ക്രിസ്മസ് അപ്പൂപ്പൻ. ഇപ്പൊ ക്രിസ്മസ് അപ്പൂപ്പൻ സമ്മാനങ്ങളൊക്കെ ആയിട്ട് വരുന്നു, ഇപ്പൊ കരോൾ ഗാനം പാടി വരുന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും മിഠായി കൊടുക്കുന്നു, അപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും സമ്മാനങ്ങൾ കൊടുക്കുന്നു. അപ്പൊ സമ്മാനങ്ങൾ സ്വീകരിക്കുമ്പോൾ സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കുന്നതിൻ്റെ ആനന്ദം ശരിയല്ലേ, കൊടുക്കുന്നവർക്ക് കൊടുക്കുന്നതിൻ്റെ ആനന്ദം.
ഏത് ആനന്ദമാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ്. നമ്മൾ സ്വീകരിക്കുമ്പോഴുള്ള ആനന്ദമാണ് എപ്പോഴും ലക്ഷ്യമെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ കിട്ടുന്നതിനനുസരിച്ചേ ഉള്ളൂ. അപ്പൊ ക്രിസ്മസിന് പുൽക്കൂട് ഒരുക്കി, ക്രിബ് ഒരുക്കി, സമ്മാനങ്ങൾ സ്വീകരിച്ചു. അപ്പോൾ എല്ലാ ക്രിസ്മസ് കേക്ക് കട്ട് ചെയ്തു, മധുരം നുണഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആനന്ദം, സ്വീകരിക്കുമ്പോഴുള്ള ആനന്ദം നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും തരുമ്പോഴേ നമുക്ക് സ്വീകരിക്കാൻ പറ്റൂ. സ്വീകരിക്കുന്നതോടെ അത് തീരുകയാണ്. സ്വീകരിക്കാനില്ലാത്തപ്പോ കഴിഞ്ഞു. അടുത്ത ആനന്ദം അതേതാണ്? കൊടുക്കുമ്പോഴുള്ള ആനന്ദമാണെങ്കിൽ അതിനാർക്ക് തടയാൻ പറ്റും? അതിന് ദിവസം ഉണ്ടാ. ക്രിസ്മസിന്റെ ഏറ്റവും വലിയ ആനന്ദം എന്ന് പറയുന്നത് ദൈവം തൻ്റെ പുത്രനെ നമുക്ക് തന്നതിൻ്റെ ദൈവികാനന്ദമാണ്. അത് ദൈവത്തിന്റെ ആനന്ദമാണ്. ആ ആനന്ദത്തിൽ നമ്മൾ പങ്കുചേരുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? നമ്മളും കൊടുക്കുന്നവരാകുന്നു. എന്തൊക്കെ കൊടുക്കും? നമ്മുടെ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ സമയം കൊടുക്കുന്നു അല്ലേ? നിങ്ങൾ ആർജിച്ചെടുത്ത അറിവ്, ഈ ഒരു സൗഖ്യ ശുശ്രൂഷയുടെ അറിവ്, ആ അറിവ് നമ്മൾ കൊടുക്കുന്നു അല്ലേ? നമ്മുടെ പുഞ്ചിരി കൊടുക്കുന്നു അല്ലേ? നമ്മുടെ സാന്നിധ്യം കൊടുക്കുന്നു ഇല്ലേ? നമ്മൾ എന്തൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും എല്ലാം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ശ്വാസം നിലയ്ക്കുന്നത് വരെ കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആനന്ദം ഹൃദയമിടിപ്പ് പോലെയാ. അതിങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കും, അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കൊടുക്കുമ്പോൾ ലഭിക്കുന്ന ആനന്ദം. ക്രിസ്മസിന്റെ ആനന്ദം തുടരണമെങ്കിൽ നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്ന ആനന്ദവാഹകരായിട്ട്. നല്ല ചോദ്യവും അല്ലേ? ആനന്ദം പറയുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടല്ലേ. അച്ഛൻ എന്ത് രസമായിട്ടാണ് എല്ലാ കാര്യവും ഞങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി ഉണ്ട്. ഈ നമ്മുടെ പല കാരണങ്ങളാലും ഇപ്പോഴത്തെ പിള്ളേരോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആൾക്കാർ ഈ ഡെയിലി പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ സൺഡേസ് നമുക്ക് പള്ളിയിൽ പോകാൻ സാധിക്കാറില്ല. അപ്പോൾ ഈ ടൈമിൽ അച്ഛന് എന്താണ് ഞങ്ങളോട് പറയാനുള്ളത്? അതായത് ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞൊരു പ്രോക്രാസ്റ്റിനേഷന്റെ ഒരു ഭാഗം അതിനകത്ത് കിടക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെ നമുക്ക് അതിനെ രണ്ടായിട്ട് കണക്കാക്കാം. അതായത് ഈ കാലഘട്ടത്തിൽ വിശ്വാസ ജീവിതം നേരിടുന്ന വെല്ലുവിളികൾ, അത് നേരത്തെ പറഞ്ഞ പോലെ ഒരു നിഷ്ക്രിയത്വം അതിനകത്ത് വരാം. ഇപ്പം കണ്ട് ശീലിച്ച, കണ്ട് പരിചയിച്ച, എന്നും കാണുന്ന, എന്നും പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു നിഷ്ക്രിയത്വം. രണ്ടാമത്തത് ഒരു സങ്കുചിതത്വം, അതും വരാം. ഈ കാലഘട്ടത്തിൽ അങ്ങനെയുണ്ട്. ഇപ്പം എനിക്ക് എൻ്റെ വിശ്വാസം മാത്രം, മറ്റുള്ളവരെ ഒന്നും ഞാൻ ഗവനിക്കേണ്ട കാര്യമില്ല. ലോകത്ത് എന്തെല്ലാം വിശ്വാസങ്ങൾ, എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഈ ക്രിസ്മസിൽ തന്നെ ഈ ചോദ്യം ചോദിച്ചത് വളരെ പ്രസക്തമാണ്. കാരണം അതിനുത്തരം നമ്മൾ നേരത്തെ പറഞ്ഞ ലൂക്കാസ് വിശേഷം 2-ാം അധ്യായത്തിൽ കിടക്കുന്നുണ്ട്. അതായത് മാലാഖമാര് പിന്നെ ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷമായിട്ട് പറഞ്ഞ കാര്യത്തിൽ ഈ സങ്കുചിതത്വം അതിലംഘിക്കുന്ന ഒരു ഉത്തരം കിടക്കുന്നുണ്ട്. നിഷ്ക്രിയത്വം നമ്മൾ നേരത്തെ കണ്ടത്, അതുകൊണ്ട് അതിലേക്ക് പോകാത്തത്. അതായത് സകല ജനതകൾക്കും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്ന് പറഞ്ഞേ. സകല ജനതകൾക്കും. മക്കള് ഒരു കാര്യം ശ്രദ്ധിക്കണം. മക്കള് നേഴ്സുമാരായി ശുശ്രൂഷ ചെയ്യുമ്പോൾ മക്കൾ ശുശ്രൂഷിക്കുന്ന അവര് പല വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കും. നമ്മൾ ഒരാളുടെ പേര് ഒരുപക്ഷെ അറിയാമായിരിക്കും. അവരുടെ മതം നോക്കിയിട്ടാണോ, അവരുടെ നിറം നോക്കിയിട്ടാണോ, അവരുടെ കുലം നോക്കിയിട്ടാണോ, അവരുടെ രാഷ്ട്രം അല്ലെങ്കിൽ അവരുടെ സംസ്കാരം നോക്കിയിട്ടാണോ നമ്മൾ ശുശ്രൂഷിക്കുക? ഒരിക്കലുമല്ല. അതാണ് സങ്കുചിതത്വത്തിലേക്ക് നമ്മുടെ വിശ്വാസം നമ്മളെ തളർത്തരുത്. മറിച്ച് അത് വിശ്വമാനവികതയിലേക്ക് നമ്മളെ വളർത്തണം. നമ്മുടെ വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരെയും അംഗീകരിക്കുന്ന, എല്ലാവരെയും മനസ്സിലാക്കുന്ന, എല്ലാവരെയും ശുശ്രൂഷിക്കുന്ന നേഴ്സായിട്ട് മാറണം. അങ്ങനെ ഒരു തലം വിശ്വാസത്തിൻ്റെ ഒരു തീവ്രതയിലേക്ക് വരുമ്പോൾ വന്നു ഭവിച്ചേക്കാം. എന്ത്? സങ്കുചിതത്വം. അതിലേക്ക് ഒരിക്കലും ഒരു നേഴ്സും വന്നുകൂടാ. ഈശോയെ സ്നേഹിക്കുന്ന നേഴ്സാണെങ്കിൽ നമ്മൾ എല്ലാവരെയും സ്നേഹിക്കുന്ന നേഴ്സായിട്ട് മാറണം. അപ്പോൾ സങ്കുചിതത്വത്തിൽ നമുക്ക് മാറാൻ പറ്റും. നിഷ്ക്രിയത്വത്തിൽ നിന്ന് മാറണമെങ്കിലോ അത് 24/7, ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, 24/7 ഐ ആം ജീസസ് നേഴ്സ്. എപ്പോഴും ആ ഒരു ഉത്തരം മനസ്സിലുണ്ടാവണം, എപ്പോഴും. അപ്പോൾ അത് നമുക്ക് നൽകുന്നൊരു ഊർജ്ജമുണ്ട്.
ഇപ്പോൾ ശുശ്രൂഷിക്കാനാണെങ്കിലും പള്ളിയിൽ പ്രാർത്ഥന കാര്യങ്ങളാണെങ്കിലും ഇനി ഒരു കുടുംബത്തിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഭർത്താവിൻ്റെ കാര്യം, മക്കളുടെ കാര്യം, മാതാപിതാക്കളുടെ കാര്യം, ഇതിനൊക്കെ നമുക്കൊരു ഊർജം കിട്ടുന്നത് ഈ ഒരു വാക്കിൽ നിന്നാണ്. അപ്പോൾ നിഷ്ക്രിയത്വത്തിൽ നിന്നും സങ്കുചിതത്വത്തിൽ നിന്നും ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മളെ തന്നെ സ്വതന്ത്രരാക്കേണ്ടതുണ്ട്. അതിനുള്ള ഏറ്റവും നല്ല മരുന്ന് പ്രത്യേകിച്ച് നേഴ്സന്മാർക്ക് ഒറ്റ വാക്കേ ഉള്ളൂ, നേരത്തെ പറഞ്ഞു തന്നെയാണ്. എന്താണത്? ജീസസ്. ആമേൻ. അപ്പോൾ കുട്ടികളുടെ സംശയങ്ങളൊക്കെ തീർന്നെന്ന് വിചാരിക്കണം. ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടാവോ? അച്ഛോ, ഞങ്ങൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു ഒറ്റ വരിയിൽ എന്തെങ്കിലും സന്ദേശം തരാനുണ്ടോ? അതെ, നിങ്ങൾ ഈ നേഴ്സസ് സ്റ്റുഡൻസിന് വേണ്ടി അല്ലേ, എല്ലാ നേഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി, വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒറ്റ വാക്കിൽ, രണ്ട് വാക്കിൽ പറയും. ഓക്കെ, ലവ് ജീസസ്, ലവ് യുവർ പ്രൊഫഷൻ. ഗ്രേറ്റ്. താങ്ക് യു അച്ഛൻ. ഓക്കെ. ദൈവദൂതരിലൂടെ ആട്ടിടയന്മാരെ അറിയിച്ച രക്ഷയുടെ സദ്വാർത്ത ഇന്ന് നമ്മിലൂടെയാണ് ലോകം മുഴുവൻ പകരേണ്ടത്. നാം ക്രിസ്മസ് നോമ്പ് കാലത്ത് ചെയ്യുന്ന ഓരോ സത്പ്രവൃത്തിയും നമ്മിലേക്ക് ദൈവസ്നേഹമായി ഒഴുകിയിറങ്ങട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധയായി തീരട്ടെ. ആമീൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.